സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഇന്നത്തെ എൻ്റെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. 10:30ക്കാണ് ഞാൻ എണീക്കുന്നത്. രാവിലെ എഴുന്നേക്കണം എന്നൊക്കെ വിചാരിച്ച് കിടന്നതാണ്, പക്ഷേ നടക്കത്തില്ല. എണീറ്റ് വന്നപ്പോഴത്തേക്ക് 10:30ആയി. പിന്നെ ആങ്ങി തൂങ്ങി എണീറ്റ് നൈറ്റ് ക്രീമൊക്കെ ഇട്ടത് ഏതൊക്കെയോ വഴിക്ക് പോയി കേട്ടോ. പിന്നെ ഞാൻ പോയി പല്ലൊക്കെ തേച്ച് പിന്നെ ഫേസ് വാഷ് ചെയ്യണമായിരുന്നു. ഫേസ് വാഷ് ചെയ്ത്, ഈ ഫേസ് വാഷ് കൊള്ളാം കേട്ടോ. ഡോട്ട് ആൻഡ് കീയുടെ ഒരു ഫേസ് വാഷാണ് ഇത്. കുറച്ച് അത്യാവശ്യം നല്ലപോലെ ഫേസ് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫേസ് വാഷൊക്കെ കഴിഞ്ഞ് നേരെ പോയൊരു ടീ ഒക്കെ ഇട്ടങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ച്. സത്യം പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുക്കള നോക്കിയപ്പോൾ എനിക്കിനി ചെയ്യാനായിട്ടൊന്നുമില്ല. ചോറ്, പയറുമെഴുക്കുവരട്ടി, സാമ്പാർ, ഇതൊക്കെ അമ്മ വെച്ച് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എനിക്കിനിയിപ്പോൾ പ്രത്യേകിച്ച് എന്ത് പണിയാണ്, ഞാൻ എന്ത് പണിയെടുക്കേണ്ടതാണ് കാണിക്കാനുള്ളത്? ഒന്നുമില്ല. ഇനിയിപ്പം ഞാൻ പോയി ഈ ടീയൊക്കെ ഒന്ന് കുടിച്ചിട്ട് സമാധാനമായിട്ട് എവിടെയെങ്കിലും കുറച്ച് നേരം ഇരിക്കാം. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പോയി കിടന്ന് ഉറങ്ങാം. ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ചായ കുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണം പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ കെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. വീട്ടിലിരിക്കുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡേം ടോക്കിന്റെ നയാസിനമൈഡ് അണ്ടർ ഐ ജെല്ലിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഹോണസ്റ്റ് റിവ്യൂ ഞാൻ പറയാന്നുള്ളത്. സംഭവം സൂപ്പറാണ്. 15 gram ആണ് വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 395 ആണ് ഗൈസ്. എനിക്ക് വയ്യ ഗൈസ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 10 തുമ്മൽ, മൂക്ക് ചൊറിച്ചിൽ. എനിക്കാണെങ്കിൽ സ്കിന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ വരും ഈ തുമ്മൽ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക്. ഇനി എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈഫന്റെ സെറം ഫസ്റ്റ് ഞാനൊരു സെറം അങ്ങ് ഇടും. പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത് മാത്രം ഇട്ട് സെറ്റ് ചെയ്ത് പുറത്ത് പോകുന്നെങ്കിൽ മാത്രം, പുറത്ത് പോയാലും ഇല്ലെങ്കിലും മോർണിംഗ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സെറം ഹൈഫന്റെ സെറമാണ്. ഹൈഫന്റെ ഡബിൾ ഷോട്ട് സെറമാണ്. ഇത് കുറച്ച് നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നല്ല സെറമാണ്. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 month 2 month അടുപ്പിച്ചാവാറായി. നല്ലതായിട്ട് ഇത് ലാസ്റ്റും ചെയ്യും. അങ്ങനെ പെട്ടെന്ന് തീർന്നു പോകത്തില്ല. ഇതൊരു ഡബിൾ ലെയർ ആയിട്ടാണ് കേട്ടോ. ഞാനത് നിങ്ങളോട് പറയുന്നതിന് മുന്നേ ഷെയ്ക്ക് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. അപ്പം ഇത് സംഭവം അടിപൊളിയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഇത് യൂസ് ചെയ്യും. മോർണിംഗ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അത്ര ഒരുപാടൊന്നും യൂസ് ചെയ്യത്തില്ല. കുറച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൂടുതലായില്ലേ. ഇത് ചുറ്റും ഇവിടെ ഉണ്ട് കേട്ടോ. അത് അനക്കല്ല ചുറ്റും താഴെ പോവും. ഞാൻ ഒരു വിധം അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് വെച്ചേക്കുന്നത്. അപ്പം ഇത് ഫസ്റ്റ് ഈ സെറം ഇടുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഏത് മോയ്സ്ചറൈസർ ആണ്, ഇന്ന മോയ്സ്ചറൈസർ എന്നുള്ളതല്ല, സ്കിന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. സോ നല്ലൊരു ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഏതാണോ ഉള്ളത് അതും കൂടെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ വിറ്റമിൻ C+E ഒരു സൺസ്ക്രീൻ ഒന്ന് മോയ്സ്ചറൈസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റിക്കി ഒന്നുമല്ല, പെട്ടെന്ന് ഫേസിൽ അബ്സോർവ് ആയിട്ട് പോകും. നമ്മൾ ടൈം എടുക്കത്തില്ല ഒരുപാട്. പിന്നെ എനിക്ക് തോന്നി ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കേ ഒരു ഓറഞ്ച് കളർ ആകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഒരു യെല്ലോ, മുഖത്തിനൊരു യെല്ലോ ഷെയ്ഡ് ആവും. ഇനി ഇതിനകത്ത് ഈ വിറ്റമിൻ C ഓറഞ്ചിന്റെ ഫ്ലേവർ എന്തെങ്കിലും ഉണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ നോക്കിയില്ല ഗൈസ്. എനിക്കിത് ഇട്ട് കഴിയുമ്പോൾ എപ്പോഴും ഒരു മഞ്ഞ അടിച്ച പോലെ തോന്നാറുണ്ട്, ഒരു മഞ്ഞളിപ്പ്. മഞ്ഞപ്പിത്തം എനിക്കില്ല കേട്ടോ. മഞ്ഞപ്പിത്തം ഉള്ളവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയാണെന്ന് പറയുന്ന കണക്ക് ഈ മഞ്ഞപ്പിത്തം ഇല്ല. മഞ്ഞപ്പിത്തം ഇല്ലാഞ്ഞിട്ടും എനിക്ക് ഒരു മഞ്ഞ പോലെ തോന്നാറുണ്ട്. കണ്ടില്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടോ മഞ്ഞ പോലെ? ഒന്ന് കാണിച്ചു ഞാൻ കണ്ടോ? ഈ കാന്താരി ഇവിടെ ഉണ്ട് ഗായ്സ്. ഈ കാന്താരി പെണ്ണേ, ഒരു പാട്ട് പാടാവോ? ഒരു പാട്ട് പാടി കേൾപ്പിക്കാവോ എല്ലാരെയും? പാടൂല്ലേ? പാട്ട് പാട്. എന്നാ മാറ്, ഇവിടെ നിൽക്ക്,
ബാക്കിയും കൂടെ പറയട്ടെ. ഇനിയുള്ളത് സൺസ്ക്രീൻ നിങ്ങൾ വിചാരിക്കുക എന്തിനാണ് വീട്ടിൽ ഇരിക്കുമ്പോൾ സൺസ്ക്രീൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലൈറ്റിങ്ങിൻ്റെ ഒക്കെ അടിയിലിരിക്കുന്നവർക്കാണെങ്കിൽ ആവശ്യമുണ്ട്. അല്ലാതെ നോർമൽ വീട്ടിലിരിക്കും ചുമ്മാ ഇരിക്കുന്നവർക്ക് ആവശ്യമില്ല. പുറത്ത് പോകുകയാണെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ പിന്നെ ഇട്ടിട്ട് അതൊരു ശീലമായതുകൊണ്ട് ഞാൻ പുറത്ത് പോകാൻ നേരത്ത് വാരിക്കോരി ഇടുന്നതിൻ്റെ അത്രയും ഞാൻ ഇടത്തില്ല. കുറച്ച് ഡോട്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇത്രയുള്ള എൻ്റെ രാവിലത്തെ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഗൈസ്. ഫസ്റ്റ് സെറം ഉണ്ടെങ്കിൽ ഒരു സെറം അപ്ലൈ ചെയ്യുക. സെറം ഇല്ലെങ്കിലും പ്രശ്നമില്ല. മോയ്സ്ചറൈസർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. കാരണം നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഇട്ട് ഇപ്പൊ ഏത് ഫേസ് വാഷ് ഇട്ട് കഴുകുമല്ലോ. ഫേസ് വാഷ് ഇട്ട് കഴുകുന്നുണ്ടെങ്കിൽ ഫേസിന്റെ ആ പിന്നെ ഒരു ഓയിലി ഒക്കെ പോയിട്ട് നമ്മൾ നൈറ്റ് തേക്കുന്ന ക്രീംസിന്റെ എല്ലാത്തിന്റെ ആ ഒരു ഇതൊക്കെ പോയിട്ട് ഫേസ് ഭയങ്കര ഡ്രൈ ആകുന്ന ഉടനെ ആ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോയ്സ്ചറൈസർ മസ്റ്റ് ആയിട്ടും ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. പിന്നെ ഇനിയിപ്പോൾ എന്തുവാ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല. വേറെ പരിപാടിയൊന്നുമില്ല. ലിപ്സ്റ്റിക്ക് മസ്റ്റ് ആണ്. അതിപ്പം വീട്ടിലിരുന്നാലും ശരി, പുറത്തു പോയാലും ശരി, ഉറങ്ങാനാണെങ്കിലും ശരി, ലിപ്സ്റ്റിക് ഇല്ലാത്തൊരു പരിപാടിയില്ല. ഇത് അടിപൊളി ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് മെബ്ലൈൻ്റെ സോഫ്റ്റ് വൈൻ എന്നാണ് ഇതിൻ്റെ പേര്. 02 സോഫ്റ്റ് വൈൻ. അത് കിടിലം ലിപ്സ്റ്റിക് ആണ് ഗൈസ്. ഇത് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ഡസ്കി സ്കിൻ ടോണുകാർക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണിത്. ഒന്നുകൂടെ പറയാം, മെബ്ലൈൻ്റെ സോഫ്റ്റ് വൈൻ 02. ഇന്നത്തെ ഈ ഹാഫ് ഡേ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ വേറെ എനിക്ക് പരിപാടിയൊന്നുമില്ല. കുറച്ച് തുണി നനയ്ക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ നനയ്ക്കും. പിന്നെ കയറി കിടന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് വരാമെന്ന് പറഞ്ഞ് പോയ പോക്കല്ലേ. നല്ല ഉറങ്ങി, കിടിലമായിട്ട് ഉറങ്ങി. നല്ല അടിപൊളി മഴയായിരുന്നു. 4 മണിക്ക് കോഫി പോലും ഞാൻ കുടിച്ചില്ല. പിന്നെ ഇനിയിപ്പോൾ നല്ല വിശക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്ത് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തില്ല. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് അതിൻ്റെ ലാസ്റ്റ് കൊണ്ടൊന്നും ഞാൻ കുളമാക്കിയില്ല. ഞാൻ എന്ത് കേട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നെ ഞാൻ ഓർത്ത ശരി കുളിച്ചിട്ട് വന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം ചെയ്തതാണ്. കുളിച്ചതോ ചൂടുവെള്ളം ഉണ്ടാക്കിയാണ് കുളിച്ചത്. ഭയങ്കര തണുപ്പ്. അപ്പം എത്രയും ഉള്ളായിരുന്നു ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ. പ്രത്യേകിച്ചൊന്നും ഉൾപ്പെടുത്താൻ ഭയങ്കര കാര്യമായിട്ടൊന്നും ഉൾപ്പെടുത്താനൊന്നും ഇല്ലായിരുന്നു. ഞാനെങ്ങും പുറത്തൊന്നും പോയില്ല. ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഇതായിപ്പോൾ കുളി കഴിഞ്ഞു. ഇനിയിപ്പോൾ വല്ലതും കഴിക്കണം. രാവിലത്തെ പോലെ തന്നെ നൈറ്റ് കെയർ റൊട്ടീൻ, സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണം. അത്രേ ഉള്ളൂ. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു കമൻറ്റ് ഇടണം. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ അത്രേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ